ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ കൂൾ ഗെയിംസ് ടേക്കർ. ഓക്കെ, അപ്പോൾ നമ്മൾ എനിക്ക് കുറച്ച് തൊണ്ടയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളിന്ന് എപ്പിസോഡ് 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ നൈബർഹുഡത്തെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് നമ്മുടെ അങ്കിളുണ്ടല്ലോ, അങ്കിളുടെ ഭാര്യ. ഓക്കെ, അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് തട്ടണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴേക്കും എല്ലാവരും ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചേച്ചി പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ചേച്ചിയുടെ ചോദിക്കാം, എന്താ കാര്യം ചോദിക്കാം. ഓക്കെ, പ്രശ്നമുണ്ട്, ഒന്ന് മാറടാ. അവള് വന്നിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയുണ്ട്, എന്തോ ദേഷ്യമുണ്ട് കേട്ടോ. ആരുടെ എന്തൊക്കെ ദേഷ്യമുണ്ട്, എന്താ കാര്യം? അത് കുറച്ച് പേരെ തട്ടണം. അതെ, ഇങ്ങോട്ട് പോകാതെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പോയിക്കോ ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. കുറച്ച് പേരെ ആ ആൻറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ആൻറ്റി കുറച്ച് പേരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ ട്രാഫിക്, ബസ് മാമ ഒന്ന് മാറി. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇതേപോലെ ഉണ്ട്, ഇതേപോലെ ഉണ്ട്, ഇടിച്ച് കണ്ടേ പോലീസ് വരും. അതൊന്നും കരിയാക്കണേ ഉണ്ടല്ലേ. ഇനി അവിടെ ഗ്ലിച്ചല്ല, പൊട്ടിത്തെറിക്കുക അവിടെ കേട്ടാ. അയ്യോ സോറി ട്ടാ. ആവോ, വലിയ മിഷീനാണ് കേട്ടോ. അതാണ് ഞാൻ ഇത്രയും ദൂരം ഒരു കാറാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടാ. ഇയാളെയാണോ തട്ടൻ്റെ ബ്ലൂ ഹുഡിയൊക്കെ? ഇയാളെയും കൂടി തട്ടാൻ പറഞ്ഞിട്ടോ. പൗലോസ് എങ്ങനെ ഉണ്ടോ? അയ്യോ പോലീസ് എന്താ പോലീസെ? കള്ളനുണ്ടോ? കള്ളന് കത്തിയുണ്ടോ? അല്ല, നിന്റെ കയ്യിൽ എങ്ങനെ കത്തി? അതൊന്നുമില്ല. സോറി നമ്മളിപ്പോൾ വിട്ടേനെ കേട്ടാ, നമ്മളിപ്പോൾ വിട്ടേനെ. ഓക്കെ, എൻ്റെ വായിൽ ആ സമയത്ത് മാത്രം സംഭവം വന്നു. പൗലോസൊന്നും ഇല്ല, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ അങ്ങനെ ഇവിടേക്ക് വരച്ചാൽ എന്നെ പോലെ ഡ്രസ്സ്. നീ ആരടാ? ഇന്നലെ കൂടി എന്നെ പോലീസ് അടിച്ചിട്ടുള്ളൂ, അറസ്റ്റ് ചെയ്തിട്ട്. രാവിലെയും കൂടി നമ്മുടെ എനിക്ക് അടി കിട്ടിയുള്ളൂ. അല്ല, എൻ്റെ അടുത്ത് അവൻ്റെ കളി തളർന്നു നിൽക്കുന്ന. ഇതാരാ ഇത്? എവിടെയോ മുഖം കണ്ട പോലെ. ഇതാരാ ഇത്? എനിക്ക് പിടിയില്ല, മുഖം പരിചയമുണ്ട്. ആവോ, എനിക്കൊന്നും അറിയില്ല. അല്ല, ഈ പോലീസ് എന്താ കിളി പോയി നോക്കണേ? എന്താ അവിടെ? എന്താ ചെറിയ കുട്ടികൾ ഭൂതത്തിനെ കണ്ടോലെ? എന്താ ഷടാ, ഇവന്താ സ്റ്റക്കായ അതോ ഫ്രീസായ? നടക്കണ്ട് പുള്ളി, തള്ളുമ്പോഴൊക്കെ നടക്കണ്ട്. സാധാരണ പോലീസുകാർ ഇതുപോലെ നല്ലല്ലോ, വെറുതെ ഇരുന്ന് പൊട്ടൻ്റെ പോലെ നടക്കണ്ടേ കേസൊക്കെ പോകുമ്പോൾ. കോട്ടും സ്യൂട്ടിട്ട് അവൻ നടക്കുന്നു, അത്ര അഹങ്കാരമായ. അവിടെ എന്താ ലംബോർഗിനിയൊക്കെ? എടാ വട്ടായ നല്ല നാടൻ വട്ടി. ഇവിടെ അതിൻ്റെ പൗലോസ് ഉണ്ടോ? അയ്യോ, പോലീസ് ഉണ്ടാണ്. അയ്യോ, ലംബോർഗിനി എന്ത് പരിപാടി ചങ്ങായി, എന്ത് പരിപാടി ചെയ്തു? അവനുള്ളത് കിട്ടി. പോലീസിൽ നിന്ന് മാറിക്കൂടെ? വലിയ അവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, എന്താ പോകാൻ പറ്റില്ല. അവനെ വിട്ടുപിടിച്ചു. എന്തൊക്കെയോ, അയ്യോ എന്തൊക്കെയോ അടിച്ചു കയറ്റി വന്നിരിക്കുക. അയ്യോ, പോലീസിനൊക്കെ മണ്ണാക്കി കയറ്റി കൊടുത്തിരിക്കണു. അയ്യോ, നമുക്കെന്തായാലും നമ്മുടെ ആളെ ശരിയാക്കാം. കാലുമേക്കാല് വെച്ച് കിടക്കുന്നതാ. ചത്താലും അവൻ്റെ അഹങ്കാരം ഒന്നും തീരില്ല കേട്ടാ, അത് വേറെ കാര്യം. ഓക്കെ, അയ്യോ, അങ്ങനെ പോലീസ് അണഞ്ഞു കേട്ടാ, പോലീസ് അണഞ്ഞു. അപ്പോൾ പോലീസ് നമ്മൾ പിറകെ ഒന്നും വരുന്നില്ല. നമ്മളെ ഇനിയും ആൻറ്റീന്ന് വിളിക്കണം കേട്ടോ. ഒന്നുകൂടി നമുക്ക് എന്താ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് വിളിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സിമ്പിൾ കാറ് മതി, വേറെ പ്രത്യേകിച്ച് വേറെ ഒരു കാറ് വേണ്ട, ഒരു സിമ്പിൾ കാറ്. ഇവനേതാ? അയ്യോ, അവനെ ഇടിക്കാതെ പോകാൻ നോക്കിയതാണ് കാര്യം. എന്നാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയല്ലോ. സ്റ്റണ്ട് മാസ്റ്ററാണ്, സ്റ്റണ്ട് മാസ്റ്റർ, മനസ്സിലായോ? നമ്മുടെ ഭാഗത്ത് തെറ്റൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കൂടെ പോയി നമ്മുടെ ജെറ്റ് പാക്ക് എടുത്തിട്ട് നമുക്ക് എവിടേക്ക് പോകുന്ന പോടെ നമുക്ക് നേരെ 200 മുകളിൽ കയറട്ടാ.
ഇതിൻ്റെ മുകളിലേക്ക് ഈ മുന്നേ കയറിയ സ്ഥലം കേട്ടോ. മുന്നേ ഞാൻ 2 വീഡിയോ എടുത്തിട്ടുണ്ട്, അത് രണ്ടും പോയി. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഇങ്ങോട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ആരോ എന്നെ വിളിക്കണ പോലെ തോന്നുന്നു. ഹലോ പറയൂ ആൻറ്റി അല്ലേ? ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ എത്ര ആൾക്കാർ തട്ടണം ഇനി? ഇനി 1 2 3 ആൾക്കാരെ കൊണ്ട് തട്ടിയാൽ മതി. ഞാൻ ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ ഡ്രസ്സൊക്കെ, ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സിന്റെ കളറൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ആൻറ്റി പറഞ്ഞിരിക്കണത് ഇനിയും 3 പേരെയും കൂടി ഇനിയും തട്ടണം എന്നാണ് പറഞ്ഞിരിക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എത്ര പേര് നമ്മൾ തട്ടി ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത്ര പേര് തട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, അത്ര പേര് തട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡ്രസ്സും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, ഓക്കെ. ഇപ്പം നമ്മൾ പുറത്തേക്ക് പോയാനേട്ടാ. അപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാം, അത് നല്ലത്. ഓക്കെ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. നമ്മൾ റാമ്പിൽ കയറിയിട്ടുണ്ട്. റാമ്പ് പോലത്തെ ഒരു സാധനമാണ്, മനസ്സിലായില്ലേ? മറ്റേ കയറ്റം പോലത്തെ ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ അയ്യോ ബാക്കിലേക്ക് വീണു. പക്ഷേ ഭാഗ്യമുണ്ട് കേട്ടാ, നമുക്ക് വിധിയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. പക്ഷെ എനിക്ക് പറ്റും. ഇവിടെ നിന്ന് ട്രാഫിക്ക് പടാ. അപ്പം ഇവിടെ ആരടിച്ചിരിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്തുള്ളൊരു ഈ 2 ഭാഗത്തുള്ളത് ശരിയല്ലേ? ഇപ്പോൾ മനസ്സിലായി. ഈ ബസ്സുകാരനുണ്ടല്ലോ, ഈ ബസ്സാണ് ഇടിച്ച് കയറിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഹോൺ അടിച്ചിട്ട് വേഗത്തിൽ വരുന്ന മറ്റു വണ്ടികൾ. ചിലവന്മാർക്ക് പ്രാന്താ, ബസ്സിൽ പോലത്തെയൊക്കെ ഉള്ളവർക്ക് നല്ല പ്രാന്തെന്ന് വെച്ചാൽ മുഴുത്ത പ്രാന്താ. ഒന്നുകൂടി ഇത് കൂടെ കയറാം, അത് നല്ലത്. ഇത് കൂടെ അല്ല ഞാൻ പോകുന്നത്, അറിയാതെ വന്നതാട്ടാ. നേരത്തെ അറിയാതെ വന്നതാ. നേരെ പോയിക്കോ മോളിക്ക് പോട്ടെ. പതുക്കെ. നേരത്തെ എനിക്ക് അടി തെറ്റി വന്നതാ. അടി തെറ്റി താഴേക്ക് വന്നു. ഇനി നമുക്ക് ഈ റാമ്പിൽ കയറി പതുക്കെ വരട്ടെ. ബാക്കി വരട്ടെ. പതുക്കെ ബാക്കി വരട്ടെ. ബാക്കി വരുന്നില്ല കേട്ടോ. മതി. അയ്യോ, പഠിച്ചു കേട്ടോ. അത്രയൊക്കെ തന്നെ മതി. വയ്യ ഇനി വീണ്ടും പോവാൻ. പക്ഷേ എനിക്ക് വിധിയെ മാറ്റി വയ്ക്കുന്നു പറഞ്ഞില്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല, മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല, അത് എനിക്ക് മനസ്സിലായി. അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? അതൊന്നും മനസ്സിലാവില്ല. മനസ്സിലായ? അപ്പോൾ നമുക്ക് ആൾക്കാരെ തിരയുമ്പോൾ കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഉറക്കൊക്കെ വരുന്നു. ഈ മഞ്ഞത്ത് ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് അയ്യോ ഉറങ്ങേണ്ട സമയം ഇതൊക്കെ. ഉറങ്ങേണ്ട സമയം മൊത്തം പോയി. കുഴപ്പമില്ല, കൊന്തയിൽ പോയിട്ട് ആൾക്കാരെ തട്ടിയിട്ട് എന്താ വെച്ചാൽ നമുക്ക് കാശ് എന്താ വെച്ചാൽ നമുക്ക് മേടിക്കാം. ഓക്കെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മളെ നൈബേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഞാൻ പോകുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് വണ്ടിയോട് സ്കിഡൊക്കെ അടിച്ച് പതുക്കെ പോകാം. ഓക്കെ, പതുക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആദ്യമൊക്കെ വിളിച്ചപ്പോൾ പതുക്കെ പോയെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമുക്ക് തിരക്ക് വേണം അല്ലേ? നമുക്കാണ് തിരക്ക് വേണ്ടത്. ഓക്കെ, അവർക്കല്ലല്ലോ. അവർക്ക് നമ്മൾ ഒരു മര്യാദയ്ക്ക് പെരുമാറാൻ വെച്ചിട്ടാണ് അവർ പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്കത് സീരിയസ് ആയിട്ട് എടുക്കണ്ടേ? നമുക്കത് സീരിയസ് ആയിട്ട് വേഗത്തിൽ പോകണ്ടേ? മനസ്സിലായില്ലേ? ഒരു സീരിയസ്നെസ് ആ ഒരു കാര്യത്തിൽ കിട്ടണം, മനസ്സിലായില്ലേ? ഓക്കെ, ഹലോ ഏട്ടാ. എന്താ കാശിന്റെ ഗെയിമാണോ? ഞാൻ പോലീസ് പറയേ. അയ്യോ, ഇവനൊന്ന് മറച്ചിടണം. ഇവനൊന്ന് മറച്ചിടണം. അയ്യോ, ഇവനെ മറച്ചിടാൻ പോയിട്ട് ഞാൻ മറിയുണ്ട്. അയ്യോ, ഇതേതാ തടിയൻ? ജിമ്മിലൊക്കെ പോയി വരുന്നത്. ഏതോ ചൈനക്കാരനൊക്കെ ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടാ. എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്, ചൈനക്കാരനൊപ്പം ഇരുന്നിട്ട്. ഇവനല്ലേ പറഞ്ഞ പച്ച കൂട്ടത്തിൽ ഇടപെട്ടിട്ട് അവിടെ കിടക്കണം. അയ്യോ, പോലീസ് വരുന്നു. പോലീസ്
പോലീസ് എൻ്റെ കയ്യിൽ സാധനമുണ്ട്, എൻ്റെ കയ്യിൽ റോക്കറ്റ് ഉണ്ട്. വിഷുവിനെ കൊണ്ടേ പറഞ്ഞിട്ട് അല്ല വിഷുവിനൊക്കെ പുറത്ത് വിട്ടതാ. ഓക്കെ, ആ കാര്യം നമുക്ക് പോട്ടെ. നമ്മളിപ്പോൾ ഒരാളെ ഒന്നുമില്ലേ. ഓക്കെ, അപ്പോൾ അവിടെ സ്കിഡ് അടിച്ചിരുന്നു, അവിടെ സ്കിഡ് അടിച്ചിരിക്കുകയും ചെയ്യുള്ളൂ. അതാ പോലീസ് വരുന്നു. ബൈ ബൈ. അങ്ങനെ പോലീസിനൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്കൂളിലേക്ക്. പോലീസൊക്കെ പൊട്ടന്മാരാ. എന്നെ പിടിക്കാൻ വന്നിട്ട് അപ്പുറത്ത് കൂടും. അല്ലേ മഞ്ഞെന്താ ഈ വായുവിൽ വായുവിൽ വന്ന് നിന്നു അല്ലേ. നല്ല റിയാലിറ്റി കേട്ടാ. നിലത്തെ റിയാലിറ്റി ഉണ്ട്, പക്ഷെ അത് ഈ ഇടുക്കല്ല, മീൻസ് കുഴിയുള്ള സ്ഥലത്തൊക്കെ ആ റിയാലിറ്റി കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വിടാം. ഓക്കെ, നേരെ വിട്ടിട്ട് ഇവിടെ ആരെങ്കിലും അതാണ്ടിരിക്കുന്നു ബ്ലൂ ഹുഡി ഇട്ടിട്ട് എല്ലാവരും. ഓക്കെ, കത്തി എടുക്കാം. അത് വേണ്ട, അതാണെങ്കിൽ ഭയങ്കര കേസാവും. നമുക്ക് നേരെ ഇതിട്ടാം. നമ്മൾ രണ്ടാൾക്കാരെ കൊന്നു. ഓക്കെ, രണ്ടാൾക്കാരെ കൊന്നു നമ്മൾ. പോലീസ് വരികയാണെങ്കിൽ വരട്ടെ. ഓക്കെ, ഓക്കെ, അവനെയും കൂടി തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അയ്യോ വണ്ടി മുടക്കി. ഓക്കെ, എൻ്റെ ദൈവമേ, ആ ഏട്ടൻ്റെ മേത്ത് കോറി ഉണ്ടാവും കേട്ടോ സത്യത്തിൽ കത്തിക്ക്. ഓക്കെ, നമ്മൾ വന്നിട്ടുണ്ട്. കൊഞ്ഞനെ കുത്തും. പോടാ എന്താ നോക്കി നിൽക്കുന്നത്? വെടിയിക്ക് ഞങ്ങൾ നെഞ്ചത്തിട്ട് വെടിയിക്ക്. ഞഞ്ഞായിണ്ട്. രണ്ടെണ്ണം ഇരട്ട പെറ്റ പോലെ ഉണ്ട്. ഒരേ നടത്തം, ഒരേ പൊട്ടത്തരം, ഒരേ ബുദ്ധിക്കുറവ്. ചേച്ചി എന്താ അങ്ങോട്ട് പോട്ടെ? എന്താ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക? മൈക്കിൾ ജാക്സൺ എന്നാണോ വിചാരം? അല്ലേ, സിമ്പിളായിട്ട് നമുക്ക് കിടക്കാം. സിമ്പിളായിട്ട് കിടക്കാം നമുക്ക്. എന്താ ചെയ്യുക, തലയൊക്കെ മുടിയൊന്നുമില്ല, എന്നാലും എന്തൊരു കാര്യം. ഇനി ഞാൻ എന്തെങ്കിലും ഒന്നും ചെയ്തു എന്ന് പേര് വരില്ലല്ലോ. ടയറൊക്കെ നീങ്ങിട്ടാ. അയ്യോ പോലീസുണ്ട്. പൗലോസ് വരുന്നു, ഓടിക്കോ. ഓക്കെ, നമുക്ക് നേരെ ഓടി പോവാൻ. എനിക്ക് നല്ല എനർജി ഉണ്ട് കേട്ടോ. ഓടി നമ്മുടെ മിനി ഗൺ ഉണ്ട് കേട്ടോ. മിനി ഗണ്ണിന് 100 ആണ് ബുള്ളറ്റ് ഇരിക്കുന്നത്. മിനി ഗണ്ണിന് ബുള്ളറ്റ് 100 ആണല്ലോ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് അവിടെ എന്താ വിടവ്? നമുക്കെന്തായാലും ഇങ്ങോട്ട് ചാടിയിട്ട് വല്ല ബുള്ളറ്റ് അല്ല വല്ല തോക്ക് വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇപ്പം മറ്റേ സ്ഥലത്തേക്ക് എങ്ങനെ കിടക്കുക? എന്താ ഈ അപ്പുറത്തെ ബിൽഡിങ്ങിക്ക് ഇവിടെ തോക്കുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് കയറാൻ നല്ലത്. ഇവിടെ നല്ല തോക്കുണ്ട്. ഇവിടേക്ക് നമുക്ക് കയറാം. നമുക്ക് താഴേക്ക് ചാടി വല്ല സിമ്പിൾ വണ്ടി എടുക്കണോ? അല്ലെങ്കിൽ എടുക്കാം അല്ലേ, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, എടുക്കണോ? വേണ്ട. ഇവിടെ ഓക്കെ എടുത്തേക്കാം. ഓക്കെ, നമുക്ക് ഈ ബസ്സുകാരാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണേ, മനസ്സിലായില്ലേ? നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ചെങ്ങാൻ്റെ ജീവന് ഞാനും ശരിയൊന്നുമല്ല, എന്നാലും അവൻ ഇടിച്ചു കയറിയത്. നമുക്ക് നേരെ അയ്യോ മുട്ടി. കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്തിടാം. ഓക്കെ, ഞാൻ ഒരു ചൈനക്കാരുടെ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഒരു ചൈന പെണ്ണാണ്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ കണ്ണാടിയില്ലേ, ഇതുവരെ എത്തണം ഈ പാർക്കിംഗ് ലൈനിൻ്റെ ഇതുവരെ. എന്നിട്ട് പാർക്കിംഗ് ലൈൻ മുമ്പിൽ ബാക്കി എടുക്ക്, മുമ്പിൽ എടുക്ക്. കുറച്ചും കൂടി ഫിറ്റില്ല. മുമ്പിൽ എടുക്ക്. നോക്ക് കുറച്ച് ബാക്കണം. കൂടുതലായി. മുമ്പിൽ എടുക്ക്. വളച്ച് വളച്ച്. അയ്യോ, വളച്ചെടുത്തിട്ട് ഒന്നും കാര്യമില്ല. കുറച്ച് മുമ്പിലേക്ക്. എനിക്ക് വയ്യായി. നാടൻ നോക്കി ഇങ്ങനെ വളച്ചിട്ട് ഇതൊക്കെ തന്നെ മതി. ഓക്കെ, ഇങ്ങനെ വളച്ച് കണ്ണാടി ഇതെത്തി നോക്കി നേരെ വളച്ച് എനിക്ക് മതിയായി. നമുക്ക് ഇങ്ങനെ വളച്ച് ഇങ്ങനെ ഇത് ശരിയാവുന്നില്ലല്ലോ. ഇങ്ങനെ വളച്ച് ഇങ്ങനെ. ഓക്കെ, ശരിയായില്ല. ഇനി ഇങ്ങനെ എടുത്ത് എനിക്ക് വയ്യ, ഞാൻ നാടനെ ഉപയോഗിക്കണം. ഇങ്ങനെ വളച്ച് അങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് നേരെ നടക്കാം. ഓക്കെ, നമുക്ക് അയ്യോ വണ്ടിയിൽ തന്നെ കയറാം. ഓക്കെ, നമുക്ക് നേരെ പോകാം. ഓക്കെ, ആരോ എന്നെ വിളിക്കണ പോലെ ഉണ്ട് കേട്ടോ. മിക്കവാറും നമ്മുടെ ആൻറ്റി തന്നെയാണ്.
ആ ഹലോ പറയൂ. ആടാ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാനേ 300 രൂപ പൈസ അയച്ചിട്ടുണ്ട് കേട്ടാ. ആ ഓക്കെ നീ ഞാൻ പറഞ്ഞത് ചെയ്തില്ലേ എന്റെ പകരമായിട്ട്. താങ്ക് യു കേട്ടാ, താങ്ക് യു. ഓക്കെ ഓക്കെ. നമ്മുടെ ആൻറ്റി നമ്മുടെ അക്കൗണ്ടിലേക്കൊക്കെ പൈസ തന്നിട്ടുണ്ട്. ഓക്കെ നൈസായിട്ട് കുറച്ച് പൈസ തന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ കുറച്ച് നേരം വാമപ്പ് ആവട്ടെ കേട്ടോ. കുറച്ചൊന്ന് വാമപ്പ് ആവട്ടെ, കാരണം നല്ല തണുപ്പിൻ്റെ പുറത്ത് കുറച്ച് വാമപ്പാവാൻ. AC ഹോട്ടലിടാം. ഓക്കെ AC ഹോട്ടലിട്ടിട്ട് നമുക്ക് വാമപ്പ് ചെയ്യാൻ ഇരിക്കാം. ഓക്കെ മൂക്കൊക്കെ അടച്ചിരിക്കുക. അയ്യോ അയ്യോ നല്ല സുഖം. കാറിൻ്റെ ടയറൊക്കെ പഞ്ചറായോ എൻ്റെ ഇടയിൽ? അതോ മഞ്ഞിൻ്റെ അടിയിലേക്ക് പോയോ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അല്ല അവിടെ എന്താ ഒരു ട്രാഫിക്ക്? എനിക്ക് ഹോൺ അടിക്കാറിയാം കേട്ടോ. എന്തെങ്കിലും ഹോൺ എന്താ? ഇങ്ങനത്തെ ഹോണല്ലേ? അപ്പോഴേക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ടേ ടോ ടേ പോട്ടെ. ടേ രണ്ടെണ്ണം കേട്ടോ. പോലീസിനൊക്കെ ശബ്ദം മാറി. ടേ ടേ ലാസ്റ്റ് ടേ.